കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ചില ഭരണപരമായ പരിഷ്കാരങ്ങൾ വരുത്താനുള്ള നടപടികൾ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ ആയിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങളും ഔദ്യോഗികമായിട്ടുള്ള ചില കേന്ദ്രങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ളതാണെങ്കിൽ പോലും അത് ഒരു കമ്പനി ആക്ടിൻ പ്രകാരം നിയമപരമായി സാങ്കേതികമായി രൂപീകരിക്കപ്പെട്ടതാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് എന്നാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പേര്. അതിൻ്റെ അർത്ഥം അത് ഒരു കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനം എന്ന രീതിയിലാണ്. ഒരു കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനം എന്ന് പറയുമ്പോൾ ഒരു സർക്കാർ വകുപ്പിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് അത് പ്രവർത്തിക്കേണ്ടത്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റുമായി തീർച്ചയായും നേരിട്ടുള്ള ഒരു ഇടപെടലിലൂടെ ബന്ധത്തിലൂടെ മാത്രമേ ആ സ്ഥാപനത്തിന് പ്രവർത്തിക്കാനായി സാധിക്കുകയുള്ളൂ. ഇവിടെയുള്ള ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും സർക്കാരും തമ്മിലുള്ള ഭരണപരമായിട്ടുള്ള ചില വിഷയങ്ങളിൽ ഉള്ള അസ്ഥിരതയാണ്, അതോടൊപ്പം തന്നെ സാമ്യമില്ലായ്മയാണ്. നേരിട്ട് പറഞ്ഞാൽ, ഉദാഹരണമായി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി നിയമിക്കപ്പെടുന്ന ഒരു ബിടെക് ബിരുദധാരിയായിട്ടുള്ള ആളിന് ലഭിക്കുന്ന ശമ്പളത്തേക്കാൾ വളരെ കുറവാണ് അതേ യോഗ്യതയോടുകൂടി സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലും വകുപ്പിൽ നിയമിക്കപ്പെടുന്ന ഒരു എഞ്ചിനീയർക്ക്. ഒരു ഉദാഹരണം മാത്രമേ ചൂണ്ടിക്കാണിച്ചുള്ളൂ. കാരണം സമാന തസ്തികകളിൽ വേതനങ്ങളിലുള്ള അന്തരം, ശമ്പളത്തിലുള്ള അന്തരം എന്ന് പറയുന്നത് വളരെ ഗണനീയമാണ്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിന് ഇതുവരെ ഒരു സർക്കാരും യുക്തിസഹജമായ മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. അത് ഇടതുപക്ഷ സർക്കാരാകട്ടെ വലതുപക്ഷ സർക്കാരാകട്ടെ ഈ തരത്തിലുള്ള അന്തരം നിലനിൽക്കുകയാണ്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയ ഇടപെടൽ അനിവാര്യമാണ്. ഇതിനകത്തൊരു അനീതിയുണ്ട്, അല്ലെങ്കിൽ തുല്യനീതിയുടെ നിഷേധമുണ്ട്. എന്തുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് കൊടുക്കുന്ന ശമ്പളം PWD പോലുള്ള മറ്റു വകുപ്പുകളിലെ അതേ യോഗ്യതയുള്ള ആളുകൾക്ക് കൊടുക്കാതിരിക്കുന്നത്? അതിനകത്ത് യാതൊരു യുക്തിപരമായ ന്യായീകരണവുമില്ല. അതിന് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കണ്ടിരിക്കുന്ന ഒരു തൊടുന്യായം ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർമാരുടെ തൊഴിലിൽ ഒരുപാട് റിസ്ക് എലിമെന്റ് ഉണ്ട്, അപകട സാധ്യതയുണ്ട് എന്നാണ്. അതൊക്കെ ഒരു സാങ്കേതികമായി ഒരു വാദത്തിന് വേണ്ടി ഉന്നയിക്കാമെങ്കിൽ പോലും അങ്ങനെയുള്ള ജോലിയിൽ അപകട സാധ്യതയുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാൻ വേറെ നിയമങ്ങളുണ്ട് ഈ രാജ്യത്ത്. അതിൻ്റെ പേരിൽ സമാനമായി യോഗ്യതകളുള്ള ആളുകൾക്ക് സർക്കാരിൻ്റെ വകുപ്പുകളിൽ ഒരു തരത്തിലും ബന്ധമില്ലാത്തതായിട്ടുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും നൽകുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മെയൊക്കെ പൊതുസമൂഹത്തെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഗതി, ഇലക്ട്രിസിറ്റി ബോർഡിലെ താഴേക്കിടയിലുള്ള ജീവനക്കാർ, ഉദാഹരണമായി ലൈൻമാൻ അല്ലെങ്കിൽ മസ്ദൂർ അല്ലെങ്കിൽ ഡ്രൈവർ തുടങ്ങിയ ആളുകളൊക്കെ 5 അക്ക ശമ്പളത്തിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടാൽ നമ്മളൊക്കെ ഞെട്ടുന്നതാണ്. അവിടുത്തെ ഒരു ഡ്രൈവർക്ക് പോലും 1,64,000 രൂപ ശമ്പളമുണ്ട് എന്നുള്ളത്. എവിടെയെങ്കിലും കേട്ടുകഴിവുള്ളതാണോ ഈ തരത്തിലുള്ള ഒരു സംവിധാനം? അതിനെന്താണ് അവർ പറയുന്ന ന്യായീകരണം? അത് ഞങ്ങളുടെ ഒരു പ്രത്യേക സംവിധാനത്തിൽ ഞങ്ങളുടെ ശമ്പള ഘടന ഞങ്ങൾ നിർണയിക്കും. അതൊരു തരം ധിക്കാരമല്ലേ? ഇതെല്ലാം എവിടെ നിന്ന് വരുന്നു? സാധാരണ നികുതിദായകന്റെ പണത്തിൽ നിന്നാണ് ഈ പറയുന്ന ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരുടെയും ശമ്പളം പോകുന്നത് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത് കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരു നിർദ്ദേശവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. അതിന് അന്തിമ രൂപമായിട്ടില്ല. അവരാദ്യമായി ചെയ്യാൻ പോകുന്ന ഈ തസ്തികകളുടെ പേരുകളെല്ലാം പുനർനിർണയിക്കാൻ പോവുകയാണ്. അതായത് അസിസ്റ്റന്റ് എഞ്ചിനീയർ,
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ, ചീഫ് എഞ്ചിനീയർ തുടങ്ങിയ തസ്തികകളുടെ എല്ലാം പേര് ഡെപ്യൂട്ടി ജനറൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ എന്നൊക്കെ മാറ്റാനായി പോകുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന ഒരു വാർത്ത. അതിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായി ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു നിർദ്ദേശമാണ്. എന്താണ് ആ നിർദ്ദേശം? സാധാരണ 10ാം ക്ലാസ് പാസ്സായവരെ ഇനി ഇലക്ട്രിസിറ്റി ബോർഡുകളിൽ താഴേക്കിടയിൽ നിയമിക്കുകയില്ല. ലൈൻമാൻ മുതൽ മേലോട്ടുള്ള തസ്തികകളിൽ, മസ്ദൂർ മുതൽ മേലോട്ടുള്ള തസ്തികകളിൽ നിയമിക്കാനുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ്സും ITI എങ്കിലും ആയിരിക്കണം. അതായത് ഇലക്ട്രിക്കൽ ട്രേഡിൽ, സമാനമായ ട്രേഡിൽ, ഇലക്ട്രോണിക്സ് ട്രേഡിൽ ഗവൺമെന്റ് അംഗീകൃതമായ ITI പരീക്ഷ പാസ്സായവർക്ക് മാത്രമേ ഇനിയും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ താഴേക്കിടയിലുള്ള തസ്തികകളിലേക്ക് നിയമനത്തിന് യോഗ്യതയുള്ളൂ എന്ന് പറയുന്ന അതിവിപ്ലവകരം എന്ന് വിശേഷിപ്പിക്കാവുന്ന അത്യന്തം നൂതനമായിട്ടുള്ള ഒരു പരിഷ്കാരം നിർദ്ദേശിച്ചിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ടതും വളരെ ശ്രദ്ധേയവുമായ ഒരു തീരുമാനമാണ്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറും 10ാം ക്ലാസ്സിലും താഴെ പാസ്സായവർ 5 അക്ക ശമ്പളം വാങ്ങിക്കുമ്പോൾ ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകൾ അവിടെ വരണം എന്ന് പറയുന്നത് ആ സമ്പ്രദായത്തിന്റെ സേവനത്തെ വളരെയേറെ മെച്ചപ്പെടുത്തും എന്ന കാര്യത്തിൽ നമുക്ക് യോജിക്കാവുന്നതാണ്. അപ്പോൾ അത് ഗവൺമെന്റ് ഏത് തരത്തിലാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാനായി സാധിക്കുകയുള്ളൂ. അപ്പോൾ അവർ ഈ പറയുന്ന പല തസ്തികകളുടെയും പേരുകൾ മാറ്റിയിരിക്കുന്നു, അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതകൾ മാറ്റിയിരിക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടെ സാന്ദർഭികമായി പറയേണ്ടത്, ഇലക്ട്രിസിറ്റി ബോർഡിൽ 2 വിഭാഗം ജീവനക്കാരാണുള്ളത്. ഒന്ന് സാങ്കേതിക വിഭാഗം, ടെക്നിക്കൽ. 2 നോൺ ടെക്നിക്കൽ. നോൺ ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ ഓഫീസിൽ താഴേക്കിടയിലുള്ള ക്ലാസ് 4 ജീവനക്കാർ, നമ്മളൊക്കെ പണ്ട് പറഞ്ഞിരുന്ന പ്യൂൺ, അറ്റൻഡർ എന്നൊക്കെ പറയുന്ന തസ്തികയാണ്. അപ്പോൾ അവിടെ നടക്കാൻ പോകുന്ന നിയമനങ്ങളുടെ യോഗ്യതയെ സംബന്ധിച്ചൊന്നും ഇതിനകത്ത് വ്യക്തത വന്നിട്ടില്ല. അവിടെയും 10ാം ക്ലാസ്സിന് അപ്പുറമായി മറ്റെന്തെങ്കിലും യോഗ്യതകൾ വേണമോ? അവിടുത്തെ ക്ലാസ് 4 ജീവനക്കാർക്ക് നോൺ ടെക്നിക്കൽ വിഭാഗത്തിലും കമ്പ്യൂട്ടർ പരിജ്ഞാനം, 2 വീലർ ലൈസൻസ് അല്ലെങ്കിൽ 4 വീലർ ലൈസൻസ്, മറ്റു കാര്യങ്ങളൊക്കെ വേണമോ എന്നുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യത്തിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഇപ്പോൾ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ കാലത്തിന് അനുസൃതമാണ്. പക്ഷേ എത്രമാത്രം അത് പ്രാവർത്തികമാക്കാൻ ഇലക്ട്രിസിറ്റി ബോർഡിന്, അതിൻ്റെ ഡയറക്ടർ ബോർഡിന്, അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർക്ക്, ചെയർമാന്, ബഹുമാനപ്പെട്ട മന്ത്രിക്കൊക്കെ സാധിക്കുമെന്നുള്ളത് വളരെയധികം ആശങ്കയോടുകൂടെ മാത്രമേ നോക്കിക്കാണാനായി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ധാരാളം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ കേരളത്തിലുണ്ട്. ITI പാസ്സായിട്ടുള്ള നിരവധി വിദ്യാർത്ഥികളുണ്ട്. ഡിപ്ലോമ പാസ്സായി പോളിടെക്നിക്കിൽ നിന്നും പാസ്സായിട്ടുള്ളവരുണ്ട്. എഞ്ചിനീയറിംഗ് ബിരുദധാരികളുണ്ട്. നമ്മളൊക്കെ കേട്ടാൽ ഞെട്ടുന്നത്, ഇപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് പോലും MBAയും LLBയും BTECും ഒക്കെ പാസ്സായിട്ടുള്ള ആളുകൾ സാധാരണ പോലീസ് കോൺസ്റ്റബിൾ, പണ്ട് പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന ഇപ്പോഴത്തെ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്ക് പോലും അപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ, പരിസരത്തിലാണ് കേരളത്തിലെ യുവാക്കൾ നിൽക്കുന്നത്. അതുകൊണ്ട് യോഗ്യതയുള്ള ആളുകൾക്ക് അർഹതപ്പെട്ട ജോലി നൽകുക എന്ന് പറയുന്നത് ഒരു ഭരണ സംവിധാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായ വിദ്യാഭ്യാസ യോഗ്യത വകുപ്പ് അനുസരിച്ച് നിർണയിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഓഫീസുകളിൽ പോലും LD ക്ലാർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന അറ്റൻഡർ എന്ന് പറയുന്ന തസ്തികയൊക്കെ മാറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്നൊക്കെ പേര് മാറ്റുന്നതായി കേൾക്കുന്നു. കാരണം പണ്ട് ടൈപ്പിസ്റ്റ് എന്നൊക്കെ പറയുന്നതായിട്ടുള്ള തസ്തിക എന്നേക്കുമായി അപ്രത്യക്ഷമായിരിക്കുന്നു. ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്ന ഒരു മെഷീൻ തന്നെ ഇനി ഒരു ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ പോവുകയാണ്. അപ്പോൾ ആകെ കൂടി ഈ പറയുന്ന ഗവേണൻസിലേക്കൊക്കെ പോകാനായി ശ്രമിക്കുന്ന
ഡിജിറ്റൽ ഇക്കോണമിയിലേക്ക് പോകാനായി ശ്രമിക്കുന്ന ഒരു സമൂഹത്തിൽ ഈ തരം മാറ്റങ്ങൾ കാണുമ്പോൾ സമഗ്രമായി ഈ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ കാണണം, കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടാകണം. അത് വെറും രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെയും അഭിപ്രായത്തിന്റെയും പേരിലാകാൻ പാടില്ല. ഉപഭോക്താക്കൾക്ക് നിലവാരമുള്ള സേവനം നൽകുന്ന ഒരു വകുപ്പായി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് മാറണം എന്ന കാര്യത്തിൽ പൊതുസമൂഹത്തിന് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അതുകൊണ്ട് യോഗ്യരായിട്ടുള്ള ആളുകളെ, അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെ അവരർഹിക്കുന്ന സ്ഥാനങ്ങളിൽ നിയമിക്കുകയും അല്ലാതെ പിൻവാതിൽ നിയമനം നടത്തി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ പോലും വെട്ടി മാറ്റിക്കൊണ്ട് പാർട്ടി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിയമനം നടത്തുന്ന സമ്പ്രദായം എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഫലകരമായി നടത്താൻ കഴിയുന്ന ഇച്ഛാശക്തി ആ ബോർഡ് കാട്ടണം. ആ തീരുമാനങ്ങളോട് ഖണ്ഡിതമായി പ്രതികരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വവും ഭരിക്കുന്ന സർക്കാർ കാണിച്ചാൽ ഈ പറയുന്ന സേവന മേഖല രംഗത്ത് ഒരു കുതിച്ചു ചാട്ടം തന്നെ ഉണ്ടാകും. അതാണ് ഈ കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. സ്മാർട്ട് മീറ്റർ തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുവെന്ന് കേൾക്കുന്നു. വളരെ സ്വാഗതാർഹമാണ്. എന്തായാലും സാങ്കേതിക പരിജ്ഞാനമുള്ളതായ ഒരു ഉദ്യോഗ സമൂഹം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ അനിവാര്യമാണെന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അങ്ങനെയുള്ള ആളുകളെ തന്നെ നിയമിച്ചു മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്ക് അർഹമായിട്ടുള്ള വേതനം നൽകാനും, എന്നാൽ സാധാരണ സർക്കാർ ജീവനക്കാരുമായിട്ടുള്ള വേതനത്തിൽ വലിയ ഒരു അന്തരം സൃഷ്ടിച്ചുകൊണ്ട് ഒരു അസമത്വം നിലനിർത്താനും അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് പൊതുസമൂഹത്തിന്റെ ഈ കാര്യത്തിലുള്ള പ്രതികരണം.